ഇനി നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് പഠിക്കാം. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനെ പ്രസൻറ്റ് പ്രോഗ്രസീവ് ടെൻസ് എന്നുകൂടി വിളിക്കപ്പെടുന്നു. സാമാന്യ വർത്തമാനകാലം പല രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. എന്നാൽ തുടർച്ചാ വർത്തമാനകാലം, അതായത് പ്രസൻറ്റ് കണ്ടിന്യൂസ്, പൊതുവെ 2 രീതിയിലാണ് ഉപയോഗിക്കപ്പെടുന്നത്. ഇതിൻ്റെ ഫോം, ഇത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. ഈ ഭാഗമാണ് നിങ്ങൾ കാണാതെ പഠിക്കേണ്ടത്. സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബ് പ്ലസ് ING. ഇതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോം. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഐയുടെ കൂടെ ആം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. യു, ദേ ഇവ സബ്ജക്റ്റായിട്ട് വരുമ്പോൾ, കർത്താവായിട്ട് വരുമ്പോൾ നമ്മൾ ആർ എന്നാണ് ഉപയോഗിക്കുന്നത്. ഹി, ഷീ, ഇറ്റ് ഇവയുടെ കൂടെ ഈസ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് നന്നായി മനസ്സിലാക്കണം. ഉദാഹരണമായി, ഐ ആം റൈറ്റിംഗ്, ദേ ആർ റൈറ്റിംഗ്, ഷീ ഈസ് റൈറ്റിംഗ്. ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഒരു പ്രവൃത്തി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിനെ ആണ് സൂചിപ്പിക്കുന്നത്. ആ പ്രവൃത്തി തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഐ ആം സ്റ്റഡിയിങ് ഗ്രാമർ, ഞാൻ ഗ്രാമർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ദ ബോയ് ഈസ് പ്ലേയിങ്, ദ ബോയ് ഈസ് പ്ലേയിങ്, പ്ലേയിങ് ആൺകുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ഷീ ഈസ് ഡാൻസിങ്, ഇറ്റ് ഈസ് റെയിനിങ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. തുടർച്ചയായിട്ട് ചെയ്യുന്നു. നമ്മളത് പറയുമ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുക തന്നെയാവും. അപ്പോഴാണ് നമ്മൾ ഇറ്റ് ഈസ് റെയിനിങ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ പൊതുവായ ഉപയോഗം. ഇനി അടുത്തതായിട്ട് ഒരു കാര്യം നമ്മൾ നേരത്തെ തീരുമാനിച്ച് കഴിഞ്ഞതാണ്. ഉദാഹരണത്തിന്, ഐ ആം ഗോയിങ് ടു മുംബൈ ദിസ് ഈവനിങ്, ഞാൻ മുംബൈയിലേക്ക് ഇന്ന് വൈകിട്ട് പോകും. അപ്പം നമ്മൾ ഇതിൻ്റെ ഈ സെൻറ്റൻസിൻ്റെ ഘടന കണ്ടാൽ നമുക്ക് തോന്നും ഇത് ഫ്യൂച്ചർ ടെൻസിലുള്ളതല്ലേ എന്ന്. സംഭവം ഫ്യൂച്ചർ ടെൻസിലുള്ളത് തന്നെയാണ്. അതായത് ഭാവി കാലത്തിൽ ഉള്ള വാചകമാണ് ഞാൻ ഇന്ന് വൈകിട്ട് മുംബൈയിലേക്ക് പോകും എന്നുള്ളത്. ഈ കാര്യം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. ഞാൻ തീർച്ചയായും 4 മണിക്ക് തന്നെ പോകും. അങ്ങനെയുള്ള ഈ വാചകത്തെ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാം. അതാണ് ഇതിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഉപയോഗം. ഐ ആം ഗോയിങ് ടു മുംബൈ ദിസ് ഈവനിങ്, ദ പ്രൈം മിനിസ്റ്റർ ഈസ് അറൈവിങ് ദിസ് ആഫ്റ്റർനൂൺ. ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യം ഭാവിയിലാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഭാവിയിൽ കൃത്യമായിട്ട് ആ സംഭവം നടന്നിരിക്കും എന്ന്
ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ സെൻറ്റൻസിനെ, അതായത് ഫ്യൂച്ചർ ടെൻസിൽ പറയേണ്ട ഈ സെൻറ്റൻസിനെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയുന്നത്. ഇത് പ്രധാന ഉപയോഗമാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ പ്രധാന ഉപയോഗമാണ്. ഭാവിയിൽ തീർച്ചയായും നടക്കും, സംഭവിക്കും എന്നുള്ള കാര്യം നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാം. ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ വേണ്ടി ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാറുണ്ട്.